മാർവലിന്റെ ഫ്യൂച്ചറിനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യാൻ പോകുന്ന വലിയൊരു അപ്ഡേഷനോടൊപ്പം തന്നെ ഡിസിയുടെ ബാറ്റ്മാൻ മൂവിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റിലീസ് ഡേറ്റ് മാട്രിയൂസ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒട്ടനേകം മാർവൽ, ഡിസി, ഹോളിവുഡ്, ഇന്ത്യൻ സൂപ്പർ ഹീറോ അപ്ഡേഷൻസിനെ പറ്റി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. പ്രധാനമായിട്ടും മാർവലിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അഗാത്ത ഓളനോടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 3 എപ്പിസോഡുകൾ ഇപ്പോൾ മാർവലിന്റെ ഭാഗത്തു നിന്നും റിലീസ് ആയിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷയില്ലാതെ കണ്ടുകൊണ്ടാണോന്ന് അറിയത്തില്ല, വലിയ കുഴപ്പമില്ലാത്തൊരു ഇൻട്രോ തന്നെയാണ് ഈ ഒരു 3 എപ്പിസോഡുകളിലൂടെ ഈ സീരീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഒരു പരിധി വരെ ഡാർക്ക് ആൻഡ് ഗ്രിപ്പി ആയിട്ട് രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ഈ 3 എപ്പിസോഡുകൾക്ക് സാധിക്കുന്നുമുണ്ട്. ഇതിനു മുമ്പേ റിലീസ് ആയിട്ടുണ്ടായിരുന്ന മാർവലിലെ ഷീഹൾക്ക് പോലുള്ള ചില വിടക്ക് സീരീസുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ തന്നെയാണ് ഈ ഒരു സീരീസ്. അതുപോലെ തന്നെ ഈ ഒരു സീരീസിന്റെ എൻഡിങ്ങിലൂടെ സ്കാർലറ്റ് വിച്ചുമായി ഡയറക്ട്ലി ലിങ്ക് ആകുന്ന രീതിയിൽ ഒരു പുതിയ പ്രൊജക്റ്റിലേക്ക് ടീസ് ചെയ്യുമെന്നും അത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്ക് ശേഷം 2026 നവംബർ 6 റിലീസ് ആകുന്ന രീതിയിൽ തന്നെയായിരിക്കും പ്ലാൻ ചെയ്തതെന്നും ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുള്ളതാണ്. ഇവയെല്ലാം തന്നെ മാർവലിന്റെ മൾട്ടിവേഴ്സ് സാഗയ്ക്ക് ശേഷം പുറത്തു വരാനിരിക്കുന്ന പുതിയൊരു സാഗയുടെ ബേസ്മെന്റ് ആകുന്ന രീതിയിൽ തന്നെയാണ് മാർവൽ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു അപ്ഡേഷൻ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് മൾട്ടിവേഴ്സ് സാഗയ്ക്ക് ശേഷം പ്രധാനമായിട്ടും ഒരേ സമയം 2 സാഗകളാണ് മാർവൽ ഒരുപോലെ തന്നെ കൊണ്ടുവരാൻ പോകുന്നത്. പാരലായി തന്നെ സൂപ്പർ നാച്ചുറൽ സാഗയും മ്യൂട്ടന്റ് സാഗയും ഒരുപോലെ തന്നെ മാർവൽ കൊണ്ടുപോയി. ഡാർക്കറും ലൈറ്ററുമായിട്ടുള്ള പലതരത്തിലുള്ള മൂവീസിനെ ഒരേ ടൈമിൽ തന്നെ ഫാൻസിലേക്ക് ഒരുപോലെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാൻ ഇപ്പോൾ മാർവൽ കൊണ്ടുവരാൻ പോകുന്നതെന്നുമുള്ള വളരെ വലിയൊരു റൂമർ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല സൂപ്പർ നാച്ചുറൽ സാഗയുടെ കീ ക്യാരക്ടറായി വരാൻ പോകുന്നത് സാക്ഷാൽ ബ്ലേഡുമാണെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ബ്ലേഡ് മൂവി മാർവൽ റീറൈറ്റ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതോടെല്ലാം ഒപ്പം തന്നെ അവഞ്ചേഴ്സ് ലെവൽ മൂവിയായിട്ട് ബ്ലേഡിനെ കേന്ദ്രീകരിച്ച് തന്നെ മിഡ് നൈറ്റ് സൺസ് ഫ്യൂച്ചറിൽ ഒരുങ്ങാൻ പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇങ്ങനെ ഇരിക്കെ തന്നെയാണ് മാർവൽ ടെലിവിഷൻ ഹെഡ് ഇപ്പോൾ മറ്റൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഗോസ്റ്റ് റൈഡറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സീരീസ് ഉടൻ തന്നെ ഡിസ്നി പ്ലസിലൂടെ സ്ട്രീം ചെയ്യാൻ പോവുകയാണെന്ന്. ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഒഫീഷ്യൽ അപ്ഡേഷൻ തന്നെ നമുക്ക് നെക്സ്റ്റ് ഇയറിൽ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഓൾറെഡി അഗാത്ത സീരീസിലൂടെ മെഫിസ്റ്റോയെ കൃത്യമായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്തു എന്നതുകൊണ്ട് തന്നെ ഇത് നടക്കുവാനുള്ള സാധ്യതകളും വളരെയധികം കൂടുതൽ തന്നെയാണ്. അതേ തുടർന്ന് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ മൂവിയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഇപ്പോൾ നടന്നിരിക്കുകയാണ്. തിയേറ്റർ വാച്ച് മസ്റ്റ് ആയിരുന്നു ഈ ഒരു മൂവി എങ്കിൽ തന്നെയും തിയേറ്ററിൽ ആർക്കെങ്കിലും ഈ ഒരു മൂവി കാണുവാൻ സാധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ OTT-യിലൂടെ മറക്കാതെ തന്നെ ചെക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ തണ്ടർബോൾട്ട്സ് മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ കഴിഞ്ഞ ദിവസം മാർവലിന്റെ ഭാഗത്തുനിന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഈ ഒരു മൂവിയിലൂടെ സെൻട്രിയെ ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെയും പ്രധാനമായിട്ടും സെൻട്രിയെ കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ പോകുന്നത് മാർവലിലെ ഇനി പുറത്തു വരാനിരിക്കുന്ന ഫ്യൂച്ചർ മൂവീസിലായിരിക്കുമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതായത് വേൾഡ് വാർ ഹൾക്കിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു മൂവി എത്രയും വേഗം തന്നെ മാർവലിന്റെ ഭാഗത്തുനിന്ന് ഒരുങ്ങുകയാണെന്നും ഈ ഒരു മൂവിയിൽ ഹൾക്കിനെ നിലനിർത്തുവാൻ വേണ്ടിയുള്ള പവർഫുൾ ക്യാരക്ടേഴ്സ് വേണം എന്നതുകൊണ്ട് തന്നെയാണ് സെൻട്രീനെയും ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിലൂടെ റെഡ് ഹൾക്കിനെ കൊണ്ടുവരുന്നതെന്നുമാണ് ഈ ഒരു റൂമർ പറയുന്നത്. അതേ തുടർന്ന് വെനം 3യുടെ ഒഫീഷ്യൽ ട്രെയിലറിലൂടെ ഇപ്പോൾ നള്ളിനെ ടീസ് ചെയ്തിരിക്കുകയാണ്. സോണി സ്പൈഡർമാൻ യൂണിവേഴ്സിന്റെ അൾട്ടിമേറ്റ് വില്ലനായിട്ട് തന്നെയായിരിക്കും നള്ളിനെ കൊണ്ടുവരാൻ പോകുന്നതെങ്കിൽ തന്നെയും വെനം 3 തന്നെയായിരിക്കും വെനത്തിന്റെ ലാസ്റ്റ് സോളോ മൂവി. ഇതിനുശേഷമായി മറ്റ് ടീം അപ്പ് മൂവീസിലൂടെ ആയിരിക്കും വെനത്തെ നമ്മൾ കൂടുതലായിട്ടും കാണാൻ പോകുന്നത്. അതിനെ സാധൂകരിക്കുന്ന മറ്റൊരു അപ്ഡേഷൻ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും സ്പൈഡർമാൻ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു കോൺട്രാക്റ്റിൽ ഇപ്പോൾ സോണിയും കെവിൻ ഫൈജി ഒഫീഷ്യലായിട്ട് തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ ഒരു കോൺട്രാക്ട് പ്രകാരം MCUവിൽ തന്നെ സ്പൈഡർമാന്റെ അടുത്ത ട്രോളജി മൂവി ഉണ്ടാകുമെന്ന്. എന്നാൽ ഈ മൂവീസുകളെല്ലാം തന്നെ സോണി യൂണിവേഴ്സിലും ഒരേപോലെ എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും എടുക്കാൻ പോകുന്നതും എന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ചുരുക്കത്തിൽ ഈ ഒരു മൾട്ടിവേഴ്സിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് മൂലം മേ ബി വെനവും സ്പൈഡർമാനും എല്ലാം ഒരേ യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കാം മൂവി കൊണ്ടുവരാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം വെനത്തിന്റെ ലാസ്റ്റ് സോളോ മൂവി എന്ന രീതിയിൽ വെനം 3 ഇപ്പോൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ തന്നെ ആയിരിക്കാം വെനം 3 മൂവിയുടെ റീഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ടോം ഹോളണ്ടിനെയും ആരോൺ ടൈലർ ജോൺസനെയും സ്പോട്ട് ചെയ്തുവെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എന്തായാലും നള്ളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സോണി സ്പൈഡർമാൻ യൂണിവേഴ്സിൽ എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനിക്കാം, സ്പൈഡർമാൻ അക്രോസ് ദ സ്പൈഡർ വേഴ്സിന്റെ അടുത്ത പാർട്ടായിട്ട് വരാൻ പോകുന്ന ബിയോണ്ട് ദ സ്പൈഡർ വേഴ്സിൽ സോണി അനാവശ്യമായി ഇടപെട്ട് പല കാര്യങ്ങളും കട്ട് ചെയ്ത് കളഞ്ഞു എന്നുണ്ടായിരുന്ന റൂമറുകൾ വന്നിരുന്നതാണ്. എന്നാൽ ഈ ഒരു റൂമർ ഫേക്ക് ന്യൂസ് ആണെന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് മൂവിയുടെ ഡയറക്ടർ തന്നെ കൺഫേം ചെയ്തിരിക്കുന്നു. അതേ തുടർന്ന് നമ്മൾ ഡെഡ്പൂൾ മൂവിയിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഹെൻറി കാവിലിന്റെ വൂൾവറിൻ വേർഷനെ ഇനിയും MCUവിന്റെ മൾട്ടിപ്പിൾ പ്രോജക്ട്സിലൂടെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ
പോവുകയാണെന്നും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കോൺട്രാക്റ്റിൽ മാർവലും ഹെൻറി കാവിലും ഒപ്പുവെച്ചിട്ടുണ്ടെന്നുമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തായാലും ഇതോടുകൂടി മാർവലിൽ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട അപ്ഡേഷൻസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി DC സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ മാറ്റ് റീവ്സിന്റെ ബാറ്റ്മാൻ യൂണിവേഴ്സിൽ നിന്നുമുള്ള പെൻഗിൻ സീരീസിന്റെ ആദ്യ 2 എപ്പിസോഡുകൾ ഇപ്പോൾ HBO മാക്സിലൂടെ സ്ട്രീം ചെയ്തിരിക്കുകയാണ്. ഒറ്റ വാക്കിൽ ഒരു രക്ഷയുമില്ലാതെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അഡാറ് സാധനം എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അത്ര മികച്ചതായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സീരീസ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ഗോതം സിറ്റിയുടെ പുതിയ ലോഡായി പെൻഗ്വിൻ മാറുന്നത് എന്നുള്ള കഥ തന്നെയാണ് ഈ ഒരു സീരീസിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും സീരീസിന്റെ എൻഡിങ്ങിലൂടെ റോബർട്ട് പാറ്റിൻസൺ ബാറ്റ്മാന്റെ ഒരു എൻട്രി ഉണ്ടാകുമെന്നുള്ള ഒരു തിയറി ഉണ്ട്. അത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം കാത്തിരു തന്നെ കാണാം. അതുപോലെ തന്നെ ഇതിന്റെ കണ്ടിന്യൂഷനായി വരാനിരിക്കുന്ന മാറ്റ് റീവ്സിന്റെ ബാറ്റ്മാൻ 2-ലെ മെയിൻ വില്ലനായി മിസ്റ്റർ ഫ്രീസ് തന്നെയായിരിക്കും വരാൻ പോകുന്നത് എന്ന ടീസിംഗ് മൂവിയുടെ ഡയറക്ടർ തന്നെ ഇപ്പോൾ നൽകിയിട്ടുമുണ്ട്. എന്തായാലും ഈ ഒരു മൂവിക്ക് വേണ്ടി നിങ്ങൾ എക്സൈറ്റഡ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യം താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ജെയിംസ് ഗണ്ണിന്റെ പുതിയ DC യൂണിവേഴ്സിൽ നിന്നുമായി ബാറ്റ്മാന്റെ വില്ലൻസ് ആയിട്ടുള്ള ബെയിനെയും ഡെഡ് സ്ട്രോക്കിനെയും ബേസ് ചെയ്തുകൊണ്ട് ഒരു മൂവി ഒരുങ്ങാൻ പോവുകയാണെന്ന് ഒരു റിപ്പോർട്ട് ഇപ്പോൾ ഡെഡ് ലൈൻ തന്നെ ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തുവിട്ടിട്ടുമുണ്ട്. വരെ ഡെഡ് ലൈൻ പുറത്തുവിട്ടിട്ടുള്ള 90% കാര്യങ്ങളും കൺഫേം ആണെങ്കിൽ തന്നെ ഈ ഒരു റൂമർ സത്യമാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ കാത്തിരിക്കേണ്ടി തന്നെ ഇരിക്കുന്നു. അതുപോലെ തന്നെ ഈ വർഷം ഡിസംബർ 25-നോ അല്ലെങ്കിൽ അടുത്ത വർഷത്തെ സൂപ്പർ ബൗളിലോ ആയി ഇപ്പോൾ ഷൂട്ടിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന സൂപ്പർമാൻ മൂവിയുടെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങുമെന്നുള്ള ഒരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. അതേ തുടർന്ന് ഗ്രീൻ ലാന്റേൺ സീരീസിനെ പറ്റി നോക്കുകയാണെങ്കിൽ കെയിൽ ചാലറ്റ് എന്ന ആക്ടറിനെ ഇപ്പോൾ ഗ്രീൻ ലാന്റേൺ സീരീസിൽ ഹാൽ ജോർദാനെ കാസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നു. ജോഷ് ബ്രൗളിനെ ഈ റോളിലേക്ക് വേണ്ടിയിട്ട് സമീപിച്ചിരുന്നു എന്നുള്ള അപ്ഡേഷൻ വന്നിരുന്നതാണ് എങ്കിൽ തന്നെയും പുള്ളി ഈ ഒരു മൂവി റിജക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആക്ടറിലേക്ക് എത്തിപ്പെട്ടത്. പ്രധാനമായിട്ടും ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഹാൽ ജോർദാനെയാണ് അന്വേഷിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മേ ബി ഈ ഒരു ഗ്രീൻ ലാന്റേൺ സീരീസിലൂടെ ഹാൽ ജോർദാൻ എന്ന ക്യാരക്ടറിന്റെ തന്നെ എൻഡിങ് കൊണ്ടുവന്ന് ജോൺ സ്റ്റുവർട്ട് വേർഷനിലുള്ള ഗ്രീൻ ലാന്റേണെ DCUവിന്റെ മെയിൻ ഗ്രീൻ ലാന്റേണെ പുഷ് ചെയ്യാൻ തന്നെ ആയിരിക്കാം ജെയിംസ് ഗണ്ണിന്റെ മാസ്റ്റർ പ്ലാൻ. ഇതോടുകൂടി DC അപ്ഡേഷൻസ് അവസാനിക്കുകയാണ്. ഇനി ഹോളിവുഡ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ എല്ലാവരുടെയും കുട്ടിക്കാലത്തെ നൊസ്റ്റാൾജി ആയിട്ട് തന്നെ ഉണ്ടായിരുന്ന ബെൻഡൻ മൂവിയുടെ ലൈവ് ആക്ഷൻ പ്രോജക്ട് ഇപ്പോൾ ക്യാൻസൽ ആയിരിക്കുകയാണെന്നുള്ള ഒരു നെഗറ്റീവ് റിപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 2012 മുതൽ ഈ ഒരു പ്രൊജക്ടിന് വേണ്ടിയുള്ള സ്റ്റോറി ലൈൻ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിൽ തന്നെയും ഇപ്പോൾ അൾട്ടിമേറ്റ്ലി മൂവി എടുക്കാനായിട്ടുള്ള കോൺട്രാക്ട് അവസാനിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ക്യാൻസൽ ആയിരിക്കുന്നത്. എങ്കിൽ തന്നെയും മറ്റേതെങ്കിലും ഒരു കമ്പനി WBയുടെ കയ്യിൽ നിന്നും കോൺട്രാക്ട് ഏറ്റെടുത്ത് മേ ബി 2-3 വർഷത്തിനുള്ളിൽ ഒരു ലൈവ് ആക്ഷൻ പ്രോജക്ട് സീരിയസ് ആയിട്ട് തന്നെ ഒരുക്കുവാനും പ്ലാൻ ചെയ്യുന്നു എന്നുള്ള റൂമറുകളും വരുന്നുണ്ട്. അതിനുവേണ്ടി ഓൾറെഡി നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും WBയുമായിട്ടുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതേ തുടർന്ന് നമ്മുടെ എല്ലാവരെയും കുട്ടിക്കാലത്തെ നൊസ്റ്റാൾജി ആയിട്ടുണ്ടായിരുന്ന നാർണിയ ഫ്രാഞ്ചൈസ് വീണ്ടും റീബൂട്ട് ചെയ്ത് Disney+ലൂടെ സീരിയസ് ആയിട്ട് ഒരുങ്ങുകയാണെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ആ ഒരു പ്രോജക്റ്റിന്റെ സ്ക്രിപ്റ്റിംഗ് വർക്കുകൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതേ തുടർന്ന് ജോൺ വിക് മൂവീസിന്റെ സ്പിൻ ഓഫ് ആയി പുറത്തുവരായിരിക്കുന്ന ബെലേറിയ മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ വേൾഡ് വൈഡായി റിലീസ് ആയിരിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു ട്രെയിലറിലൂടെ ജോൺ വിക്കായി കിയാനു റിവീസ് റിട്ടേൺ ചെയ്യുമെന്ന് ഇപ്പോഴിതാ കൺഫേം ആയിരിക്കുന്നു. എന്തായാലും ഈ ഒരു മൂവിക്ക് വേണ്ടി നിങ്ങളിൽ ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ അവതാർ ദ ലാസ്റ്റ് എയർബെൻഡർ സീരീസിന്റെ സെക്കൻഡ് സീസൺ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്തു നിന്നും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിംഗുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സീരീസിൽ ടോഫിന്റെ ക്യാരക്ടറും ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ടീസറും ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിട്ടുമുണ്ട്. എന്തായാലും ഞാൻ പേഴ്സണലി വളരെയധികം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആനിമേറ്റഡ് സീരീസ് അഡാപ്റ്റേഷൻ തന്നെയാണിത്. അവസാനമായി മോർട്ടൽ കോംബാറ്റ് 2 മൂവിയുടെ ഒഫീഷ്യൽ ടെസ്റ്റ് സ്ക്രീനിംഗ് ഇപ്പോൾ വേൾഡിന്റെ പല ഭാഗങ്ങളിലുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് ഈ ഒരു മൂവിക്ക് പ്രധാനമായിട്ട് ലഭിക്കുന്നത് എങ്കിൽ തന്നെയും അടുത്ത വർഷം മാത്രമാണ് ഈ ഒരു മൂവിയുടെ റിലീസ് ഉണ്ടാകുക എന്നതും ഓൾറെഡി കൺഫേം തന്നെയാണ്. എന്തായാലും ഈ ഒരു മൂവിക്ക് വേണ്ടി നിങ്ങൾ ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഇതോടുകൂടി ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട മാർവൽ DC ഹോളിവുഡ് ഇന്ത്യൻ സൂപ്പർ ഹീറോ മൂവി അപ്ഡേഷൻസ് ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.